ചെയ്തത്? പറയടോ, പറയാൻ. അതൊന്നും മനഃപൂർവ്വമല്ല മോളെ, ഒരു കയ്യബദ്ധം. അല്ല, മനഃപൂർവ്വം. വിജയേട്ടന്റെ കൂടെ തമിഴ്നാട്ടിൽ വരുമ്പോഴൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഒരിക്കൽ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അയാളല്ലേ എന്ന് സംശയിച്ചു നിൽക്കുമായിരുന്നു ഞാൻ. ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങളെ സ്നേഹിച്ചതല്ലേ എന്റെ ഭർത്താവ്. എന്നിട്ട് എന്തിനെ കൊലച്ചത് ചെയ്തേ? എന്റെ മോക്ക് അച്ഛനില്ലാതാക്കിയത് എന്തിനാ? അവസാനമായിട്ട് കാണാൻ ആ മുഖമെങ്കിലും ബാക്കി വെച്ചില്ലല്ലോടാ ദുഷ്ട. എന്റെ അച്ഛനെ കൊന്നില്ലേ? എന്റെ അച്ഛൻ എന്തൊക്കെയാണോ ചെയ്തത്? എന്തിനാ എന്റെ അച്ഛനെ കൊന്നത്? എന്റെ അച്ഛനെ തിരിച്ചു തരാൻ പറ്റുമോ തനിക്ക്? പ്ലീസ്, എന്റെ അച്ഛൻ അറിയാതെ പറ്റിയതാണോ? സത്യം പറയാം അംബികെ, പിള്ളേരിപ്പോ എവിടെയാ ഉള്ളത്? നീ അവരെ എങ്ങോട്ടാ മാറ്റിയത്? ഞാൻ എങ്ങോട്ട് മാറ്റിയിട്ടൊന്നുമില്ല. അവരിറങ്ങിപ്പോയതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ അവരങ്ങനൊന്നും ഇറങ്ങി പോവില്ലല്ലോ. ഇതെന്തോ ഗൂഢാലോചന തന്നെയാ. ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോ ഒരാള് ഒറ്റയ്ക്കല്ലല്ലോ. അംബികയും സുമേഷും ചേർന്ന. എല്ലാ കാര്യങ്ങളും കല്യാണ ചെറുക്കനും അറിയാം. അങ്ങനെ കലാവധി നല്ല പിള്ള ചമയണ്ട. അനിയത്തിമാര് പിള്ളേരെ പറഞ്ഞു വിടാൻ പ്രധാന കാരണം നീയാ. ഞാനോ? പഞ്ചരത്നത്തിലെ സർവ്വസ്വത്തും അമൃതയുടെ പേരിലാണെന്നും പറഞ്ഞ് ആധാരം എടുത്തു കാണിച്ച് അനിയത്തിമാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ഞാനാണോ? അല്ലല്ലോ. നീയും നിന്റെ മോനും കൂടിയല്ലേ സഹദേവന്റെ പക്കൽ നിന്നും ആ വിൽപത്രം എടുത്തത്?